കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 22-ാം തിരുവചനം വ്യക്തമാക്കുന്നു: ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചുകൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മെ തകർക്കുവാൻ വിട്ടുകൊടുക്കാത്ത ഒരു ദൈവമുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ മാനുഷികമായ ബലം നഷ്ടപ്പെടുമ്പോൾ, പരാജയത്തിലേക്ക് താണു പോകുന്നു എന്ന് തോന്നുമ്പോൾ, നമ്മെ കൈപിടിച്ച് ഉയർത്തുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കും. തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഈജിപ്തിൽ നിന്നും പലായനം ചെയ്ത ഇസ്രായേൽ ജനത ചെന്നു നിൽക്കുന്നത് ആർത്തിരമ്പുന്ന ചെങ്കടലിന്റെ അടുത്താണ്. ഇസ്രായേൽ ജനതയെ പിടികൂടുവാൻ, നശിപ്പിക്കുവാൻ പുറകെ വരുന്ന ഈജിപ്തിലെ ഫറവോയും സൈന്യത്തെയും കണ്ട് ഇസ്രായേൽ ജനത പരിഭ്രമിച്ചുപോയി. നിലവിളികൾ ഉയർന്നു. ആര് തങ്ങളെ രക്ഷിക്കും എന്ന ആവലാതികൾ ഉയർന്നു. മുൻപിൽ ചെങ്കടലും പുറകെ ഈജിപ്ത് സൈന്യവും. പോയൊളിക്കുവാൻ ഇനി ഒരിടവുമില്ലാതെ പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യ നിൽക്കുമ്പോൾ അവരുടെ രക്ഷയ്ക്കായി ഒരു രക്ഷകൻ കടന്നു വന്നു. അത് കർത്താവായ ദൈവമായിരുന്നു. അവിടുന്ന് മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള വടിയെടുത്ത് ചെങ്കടലിന് നേരെ നീട്ടുക. കർത്താവ് പറഞ്ഞത് മോശ അനുസരിച്ചപ്പോൾ കർത്താവ് ചെങ്കടലിനെ രണ്ടായി പകുത്തു. സ്നേഹമുള്ളവരെ, തങ്ങളുടെ ജീവിതം അവസാനിച്ചു എന്ന് കരുതിയ അവരുടെ ജീവിതത്തിൽ രക്ഷയുടെ ഒരു പുതിയ വഴി ദൈവം തുറന്നു കൊടുക്കുകയാണ്. ഇസ്രായേൽ ജനത ചെങ്കടലിന്റെ നടുവിലൂടെ നടന്നു നീങ്ങി. സ്നേഹമുള്ളവരെ, എല്ലാം അവസാനിച്ചു എന്ന് കരുതി ജീവിതത്തിൽ നിരാശപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത നിനക്ക് വേണ്ടി ദൈവം വഴികൾ തുറക്കും. നീ മരിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു നിനക്ക് വേണ്ടി വാതിൽ തുറന്നാൽ അത് അടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. വിശ്വാസത്തോടെ, ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക, മുന്നോട്ട് പോകുക. ദൈവം നിന്നെ അനുഗ്രഹിക്കും. നമുക്ക് വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരാം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അവിടുത്തെ നാമം നസ്രായനായ യേശു ക്രിസ്തു. കർത്താവിന്റെ മഹത്വം നമ്മിൽ വെളിപ്പെടുവാൻ, നമ്മുടെ പ്രതികൂലങ്ങൾ മാറുവാൻ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അവിടെ നിന്ന് നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. വിശ്വാസത്താൽ ഞാൻ കണ്ടു തുടങ്ങും, അസാധ്യങ്ങളെല്ലാം സാധ്യമാക്കുന്നു. ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമ്പോൾ പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോകും. വിശ്വാസത്താൽ ഞാൻ കണ്ടു തുടങ്ങും, അസാധ്യങ്ങളെല്ലാം സാധ്യമാക്കുന്നു. ദൈവമഹത്വം എന്നിൽ വെളിപ്പെടുമ്പോൾ പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോകുമേ. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിർത്തിയിടും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും, തകരാതെ നിർത്തിയിടും. അവിടെ നിന്ന് നമ്മെ മരണത്തിൽ നിന്നും പിടിച്ചുയർത്തി ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിച്ചു നിർത്തി. നമുക്ക് വിശ്വാസത്തോടെ ആ പാറമേൽ കയറി നിൽക്കാം. അവിടെ നിന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദിനങ്ങളാണ്. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. യേശുവേ, ഇന്ന് അങ്ങയോട് സമർപ്പിക്കുന്ന സകല പ്രാർത്ഥനകളും അവിടെ നിന്ന് സ്വീകരിക്കണം. അവിടെ നിന്ന് ഓരോ മക്കളെയും അനുഗ്രഹിക്കണം.
പകർന്ന എൻ പ്രാണനാഥൻ മരണത്തിൽ നിന്നെന്നെ പിടിച്ചുയർത്തി ക്രിസ്തു എന്ന പാറമേൽ നിർത്തി എന്നെ അഭിഷേകത്തിൻ നിറവിൽ നടത്തിയിടുന്നു. ആമേൻ. പുതുജീവൻ പകർന്ന എൻ പ്രാണനാഥൻ മരണത്തിൽ നിന്നെന്നെ പിടിച്ചുയർത്തി ക്രിസ്തു എന്ന പാറമേൽ നിർത്തി എന്നെ അഭിഷേകത്തിൻ നിറവിൽ അതുകൊണ്ട് ഞാൻ ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാൽ എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും തകരാതെ നിർത്തിയിടും. ഹല്ലേലൂയ. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും തകരാതെ നിർത്തിയിടും. ദൈവിക വാഗ്ദാനം നമ്മിൽ നിറവേറുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പദവിക്ക് യോഗ്യരായി തീരുവാൻ തക്കവിധം കർത്താവിന്റെ രക്തത്തിൽ നമ്മെ തന്നെ നമുക്ക് കഴുകി വിശുദ്ധീകരിക്കാം. കർത്താവിനോട് പറയും, കർത്താവേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, സ്വർഗീയ പദവിക്ക് യോഗ്യരായി ഞങ്ങളെ മാറ്റണമേ. നമുക്ക് വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാം. ഓ യേശുവേ, അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. വാഗ്ദത്തം തന്നു എന്നാത്മനാഥൻ നിത്യജീവനായി എന്നെ തിരഞ്ഞെടുത്തു. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മറുവിലയായി സ്വർഗീയ പദവിക്കു യോഗ്യനായി. വാഗ്ദത്തം തന്നു എന്നാത്മനാഥൻ നിത്യജീവനായി എന്നെ തിരഞ്ഞെടുത്തു. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മറുവിലയായി സ്വർഗീയ പദവിക്കു യോഗ്യനാക്കി. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു എന്റെ ഉള്ളിലുണ്ട്. ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിൽ അവിടെ എനിക്ക് ബലം തരും. പകരും തകരാതെ നിർത്തി. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും തകരാതെ നിർത്തിയിടും. കേൾക്കുന്നു ഞാൻ നാഥൻ ഇമ്പസ്വരം, ലോകാവസാനത്തോളം കൂടെയുണ്ടെന്ന്. ആമേൻ. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട എന്നരുളിയോനെ, കാത്തിരിക്കുന്നു നിന്റെ വരവിനായി. ഹല്ലേലൂയ. കേൾക്കുന്നു ഞാൻ നാഥൻ ഇമ്പസ്വരം, ലോകാവസാനത്തോളം കൂടെയുണ്ടെന്ന്. ഭയപ്പെടേണ്ട എന്നരുളിയോനെ, കാത്തിരിക്കുന്നു നിന്റെ വരവിനായി. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും തകരാതെ നിർത്തിയിടും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ നിന്നാലും എന്നെ ശക്തനാക്കുന്നോൻ എന്റെ ഉള്ളിലുണ്ടല്ലോ. ബലം പകരും തകരാതെ നിർത്തിയിടും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല. ശത്രു എന്റെ മുന്നിൽ ഓ യേശുവേ, അവിടുത്തെ സാന്നിധ്യത്തിൽ നിങ്ങൾ വിളിക്കുന്നു. എന്റെ ഉള്ളിൽ അവിടെ ഞങ്ങൾക്ക് ശക്തി നൽകി അനുഗ്രഹിക്കുന്നു. തകരാതെ നിർത്തിയിടും. ഇന്ന് കർത്താവായ യേശു നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ എടുത്തു മാറ്റി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.